ആരിഫീങ്ങളാണ്, ഔലിയാക്കളാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ആത്മീയമായ ഉന്നതികൾ രണ്ടെണ്ണമാണ്. ഒന്ന് വിലായത്താണ്, മറ്റൊന്ന് മാരിഫത്താണ്. മാരിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. വിലായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യനുള്ള സ്ഥാനമാണ്. ഇത് രണ്ടും ചേർന്നതിനെയാണ് നമ്മൾ സംശുൽ ഉലമാ എന്ന് പറയുന്നത്. അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. കുറേ ആളുകളെ അനുസ്മരിക്കുകയാണ് നമ്മളിന്ന്. മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, സംശുൽ ഉലമാ റഹിമഹുല്ലാ, കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുല്ലാ, അത്തിപ്പറ്റ ഉസ്താദ് റഹിമഹുല്ലാ, ഇവരൊക്കെ അനുസ്മരിക്കുകയാണ്. റബീഉൽ ആഖിർ എന്ന് പറയുന്ന മാസം ഒരുപാട് മഹത്തുക്കൾ മൺമറഞ്ഞ മാസമാണ്. ഒരുപാട് പ്രധാനികൾ ഈ മാസത്തിൽ റബീഉൽ ആഖിറിലാണ് നമ്മളോട് യാത്ര പറഞ്ഞിട്ടുള്ളത്. ജീവിതം കൊണ്ട് ഖൈറായവരുമുണ്ട്, ജനനം കൊണ്ട് ഖൈറായവരുമുണ്ട്, വഫാത്ത് കൊണ്ട് ഖൈറായ മനുഷ്യന്മാരുണ്ട്. ജനനം കൊണ്ട് തന്നെ ഖൈറായതിന് ഉദാഹരണമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത്. പക്ഷെ 40-ന്റെ മുമ്പും നബി തങ്ങൾ വലിയ ആൾ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സിന് മുമ്പുള്ള മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ അവൻ ദീനുൽ ഇസ്ലാമിന്റെ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് പോകേണ്ടി വരുന്നതാണ്. 40 വയസ്സിന് ശേഷം ഇസ്ലാമിക ശരീഅത്ത് വിരോധിച്ചേക്കാവുന്ന ഒരു കാര്യം 40-ന് മുമ്പേ നബി തങ്ങൾ ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് അങ്ങനെ ആയിരുന്നില്ല. സഹാബത്ത് ഇസ്ലാം മദ്യം നിരോധിക്കുന്നതിൻ്റെ മുമ്പ് മദ്യപിച്ചിരുന്ന ആൾക്കാരുണ്ട്. ഇസ്ലാം കള്ള് നിരോധിക്കുന്നതിൻ്റെ മുമ്പ് കള്ളുടിച്ചിങ്ങാണ്ട് പള്ളിയൊക്കെ വരുന്ന ആൾക്കാർ വരെയുണ്ട്. പേര് പറയണത് ഇപ്പഞ്ഞു ഹുർമത്തിനോട് യോജിക്കില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ പറയാത്ത. എന്നാൽ നുബുവത്തിന് ശേഷം ഇസ്ലാം വിരോധിച്ചേക്കാവുന്ന ഒരു കാര്യം നുബുവത്തിന് മുമ്പ് നബിതങ്ങൾ ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നബിതങ്ങളുടെ പിതാക്കന്മാരിൽ ആരും ചെയ്തിട്ടില്ല. മുത്തുനബിയുടെ 20 വാപ്പാരെ പേര് പഠിക്കൽ നിർബന്ധമാവും. എന്താ 20 വാപ്പാന്റെ പേരിന്റെ പ്രത്യേകത? ആ 20 ആളുകളും ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ശിർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.